അസ്സലാമലൈക്കും. ആസിഫ് മാളികയാണ്. ഇന്ന് നമ്മളെ റബ്ബിൽ അവ്വലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ആൻറ്റിക്കോട് തൊക്കോളിൽ ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്താ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫിളായ 5 മക്കൾക്ക് ഹാഫിൽ എന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ദീനിൻ്റെ കാവൽക്കാരാണ് ഹാഫിൽ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ആ രീതിയിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട ദർഗാ പ്രസിഡൻറ്റ് അനീഫ ഹാജിയാണ്. അനീഫ ഹാജിയെ ആൻറ്റിഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളെ അൽമദീന എത്തീംഖാനയുടെ ഉസ്താദുമാരായ ഹാഫിൽ ആവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച നമ്മളെ എല്ലാമായ ഉസ്താദുമാരായ ശംസുദ്ദീൻ നവമി അതുപോലെ തന്നെ മർഷിദ് ഹുമൈദി എന്നിവരെ സ്വാഗതം ചെയ്യുകയാണ്. അത് നമ്മളെ ആൻറ്റിഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മിഡിൽ സ്റ്റെമ്പ് എന്ന് ഞാൻ എപ്പോഴും പറയുകയും എൻ്റെ സഹോദര തുല്യനായ പാർട്ട്ണർ ഭരതേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തും നമ്മളെ ഉള്ളാളത്തിൻ്റെ അഭിമാനമായ നമ്മളെ ത്വാഹ ഉള്ളാളിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു 5 വർഷത്തെ ബന്ധമുള്ള നമ്മളെ ദർഗയുടെ PRO പ്രിയപ്പെട്ട എൻ്റെ എല്ലാമായ ഷിഹാബ് തങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളെ ആൻറ്റിക്കോട്ടിൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാ കസ്റ്റമറെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളെല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ചടങ്ങ് എന്ന് പറയുന്നത് 5 ഹാഫിലുകൾക്ക് നമ്മളെ ഈ ഒരു റബ്ബിൽ അവ്വലിൽ ഈ ഒരു നല്ലൊരു മാസത്തിൽ നല്ലൊരു ഗിഫ്റ്റ് മൂമെൻ്റൊക്കെ കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശമുള്ള ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മുഖ്യ ಗೆಸ್ಟ್ ಪ್ರಿಯಪಟ್ಟ ಅನೀಫ ಹಾಜಿയെ ഞാൻ ക്ഷണിക്കുകയാണ്. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ವೇದಿಕೆಯಲ್ಲಿರುವ ಶಂಸು ಉಸ್ತಾದರವರು, ಅದೇ ರೀತಿ ಇನ್ನೊಬ್ಬರು ಉಸ್ತಾದರವರು, ನಮ್ಮ ಅಲ್ಮದೀನಾ ಇಸ್ಲಾಂ ಕಾಂಪ್ಲೆಕ್ಸಿನ ಆಫಿಲ್ಗಳು, ಅದೇ ರೀತಿ ನನ್ನ ಮಿತ್ರರು ಆದಂತಹ ತಾಹರವರು, ಸಿಯಾಬುದ್ದೀನ್ ತಂಗಲ್ರವರು, ಅದೇ ರೀತಿ ಇಲ್ಲಿ ಆ್ಯಂಟಿಗೋಲ್ಡ್ರ ಮಾಲಕರು ಹಾಗೂ ಸಿಬ್ಬಂದಿಗಳು, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ತುಂಬ ಸಂತೋಷವಾಗ್ತಾ ಉಂಟು. ಏಕೆಂದರೆ ಮುತ್ತು ನಬಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಜನ್ಮ ತಿಂಗಳಲ್ಲಿ ಒಂದು ಬಿಸ್ನೆಸ್ ಮಳಿಗೆಯಲ್ಲಿ, ಅದು ಸ್ಪೆಷಲಾಗಿ ಗೋಲ್ಡ್ ಮಳಿಗೆಯಲ್ಲಿ ಇಸ್ಲಾಂ ಧರ್ಮದ ಪವಿತ್ರವಾದ ಕುರ್ಆನ್ ಶರೀಫನ್ನು ಕಂಠಪಾಠ ಮಾಡಿದವರಿಗೆ ಆಫಿಲ್ಗಳಿಗೆ ಸನ್ಮಾನ ಮಾಡುತ್ತಿರುವುದು ಇದು ನನ್ನ ಇದರಲ್ಲಿ ಒಂದು ಗೋಲ್ಡ್ ಮಳಿಗೆಯಲ್ಲಿ ಅಥವಾ ತನ್ನ ವ್ಯಾಪಾರದ ಮಳಿಗೆಯಲ್ಲಿ ಇಂಥ ಕಾರ್ಯಕ್ರಮ ಮಾಡೋದು ಇದು ಮೊದಲು ಅಂತ ಅನಿಸುತ್ತದೆ. ಅಲ್ಲಾಹು ಇದನ್ನು ಸ್ವೀಕರಿಸಲಿ. ಆಫಿಲ್ಗಳಿಗಿರುವ ಫಲ, ಆಫಿಲ್ಗಳಿರುವ ಪವರ್ ಎಷ್ಟೊಂದು ನಮಗೆಲ್ಲ ಗೊತ್ತಿರಬಹುದು. ಅಂತಹ ಆಫಿಲ್ಗಳನ್ನು ಕರೆದುಕೊಂಡು ನೀವು ಸನ್ಮಾನ ಮಾಡ್ತಿದ್ದೀರಿ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಅಲ್ಲಾಹು ಇದನ್ನು ಸ್ವೀಕರಿಸಲಿ. ಅದೇ ರೀತಿ ತಮ್ಮ ಬಿಸ್ನೆಸ್ನಲ್ಲಿ, ವ್ಯಾಪಾರದಲ್ಲಿ ಅಲ್ಲಾಹು ಸಮೃದ್ಧಿಗೊಳಿಸಲಿ, ಅಲ್ಲಾಹು ಬರಕತ್ತು ನೀಡಲಿ. ವ್ಯಾಪಾರವು ಇಸ್ಲಾಂ ಧರ್ಮ ಕಲಿಸಿದ ಹಾಗೆ ಒಂದು ಪ್ರಾಮಾಣಿಕತೆ, ಹಾನೆಸ್ಟ್, ಇನ್ನೊಂದು ಗ್ರಾಹಕರ ವಿಶ್ವಾಸ, ಗ್ರಾಹಕರಿಗೆ ಮಾಡುವ ನಾವು ಸೇವೆ, ಅದು ಎರಡೂ ಕೂಡ ಆ್ಯಂಟಿಗೋಲ್ಡಲ್ಲಿ ಇದೆ ಎಂದು ನಾನು ಭಾವಿಸುತ್ತೇನೆ. ಮುಂದಕ್ಕೆ ಆ್ಯಂಟಿಗೋಲ್ಡ್ ಒಂದು ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ತೊಕ್ಕೋಟ್ನಲ್ಲಿ ಪ್ರಾರಂಭಿಸಿದ ಈ ಆ್ಯಂಟಿಗೋಲ್ಡು ಕರ್ನಾಟಕದಲ್ಲಿ ಒಂದು ಕಂಪನಿಯಾಗಿ ಗೊಲ್ಲಲಿ ಎಂದು ಹಾರೈಸುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. താങ്ക് യു ഉസ്താദ്. നമ്മൾ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി മർഷാദ് നവമി ആഫിൽ ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഹനീഫ ഉള്ളാള പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹനീഫ ഹാജി അവറുകൾ, അതുപോലെ ഈ ഗോൾഡ് അണ്ടിക്ക് നടത്തുന്ന മാലിക്കന്മാർ, ഇവിടെ കൂടിയ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ മാസത്തിൽ തന്നെ ഒന്ന്, അതിന് പിറകെ ഈ ബിസിനസ് സ്റ്റാർട്ടാക്കുന്നത് തന്നെ ഏറ്റവും വില കൂടിയതായ പൊന്ന് അല്ലേ, ഗോൾഡ് അല്ലേ. ആ ഗോൾഡിൽ
അത് ഈ മാസത്തിൽ തന്നെ അതിൻ്റെ പിറകെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ്. ചില ബിസിനസ്സുകാർ പല നിലക്ക് കോംപ്രമൈസ് കൊണ്ട് തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മണപ്പാടമാക്കിയ 30 ജുസ് ഖുർആൻ മണപ്പാടമാക്കി വിദ്യാർത്ഥികളെ കൊണ്ട് തുടക്കം കുറിച്ച ഈ ഗോൾഡ് അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായിട്ട് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് സപ്പോർട്ട് തന്ന, കൂടിയ, സഹകരിച്ച, ഇതിന് സഹകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആഖിർ ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കാര്യപരിപാടിയിലേക്ക് പിരിശത്തില് നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോട് പിരിശത്തി